നേതാക്കളെ, സഹപ്രവർത്തകരെ, വളരെ ഗംഭീരമായിട്ടുള്ള തുടക്കം. ആലപ്പുഴ പാർലമെൻറ്റിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഔദ്യോഗിക ആരംഭം ഇവിടെ കുറിക്കാൻ കഴിഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല, ഇന്ന് ഇന്ത്യ രാജ്യം കാത്തിരിക്കുന്ന ഒരു മതേതര ഗവൺമെൻറ്റിൻ്റെ വരവ് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷയോടെ നോക്കുന്ന നേതാക്കളിൽ ഒരാളായ ശ്രീ DK ശിവകുമാർ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എനിക്കേറെ സന്തോഷമുണ്ട്. ഐ റിയലി താങ്ക് യു DK for coming here and inaugurating our yatra. This yatra is actually a beginning of our campaign too. Coming days we are going to the grassroots level areas of these constituencies. I think Shivakumar, I don't want to thank you very much, but Shivakumar is like that. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് പലരും പാർട്ടി വിട്ടു പോകുന്നുണ്ട്. ഒരു ചെറിയ നോട്ടീസ് കിട്ടിയാൽ ആ നോട്ടീസ് കിട്ടുന്ന നിമിഷം ജമ്പ് ചെയ്ത് പാർട്ടി മാറി സാഷ്ടാംഗം വീഴുന്നവർ, അവിടെ അപവാദമാണ് ശ്രീ ശിവകുമാർ. അദ്ദേഹത്തെ ഒരു കാര്യവുമില്ലാതെ ജയിലിലടച്ചു. തിഹാർ ജയിലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടു. അദ്ദേഹത്തോട് പലപ്പോഴും പറഞ്ഞു, പാർട്ടി മാറിയാൽ ഒരു പ്രശ്നവുമില്ല, ഫ്രീ ആയി വിടാം. എനിക്കറിയാം, പറഞ്ഞ നേതാക്കളെ എനിക്കറിയാം, പറഞ്ഞ ആളുകളെ എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ അവരോടൊക്കെ പറഞ്ഞത്, എൻ്റെ അമ്മ, എൻ്റെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജയിലിൽ എത്ര കടന്നാലും ഞാൻ എൻ്റെ പാർട്ടിയെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആർജവങ്ങൾ. ചിലർക്ക് അത് പറയാൻ പറ്റാറില്ല. അവർ വേഗം പോയി സറണ്ടർ ചെയ്ത് അവിടെ കാലിൽ വീഴും. അപ്പോൾ അതുകൊണ്ട് ആ ശിവകുമാർ ഇവിടെ വന്നു എന്നുള്ളത് ഐ എം റിയലി ഹാപ്പി. ഞാൻ ദീർഘിപ്പിക്കുന്നത്, നമ്മുടെ നോമ്പ് തുറക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ പാർലമെൻറ്റിൽ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ എളിയ സഹപ്രവർത്തകൻ ജനവിധി തേടുകയാണ്. ആലപ്പുഴ എല്ലാ കാലത്തും ഉപാധികളില്ലാതെ എന്നെ സ്നേഹിച്ചതാണ്. സ്നേഹം കൊണ്ട് മൂടിയതാണ്. മുള്ളുകൾ നിറഞ്ഞ പാതയിലും പ്രതിസന്ധിയുടെ വഴികളിലും ശക്തമായ തലോടൽ നൽകി എന്നോട് മുന്നോട്ട് പോകാൻ സഹായിച്ചവരാണ്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആളുകളുമൊക്കെയുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ അവരുടെ വീട്ടിലെ അംഗത്തെ പോലെ, ആലപ്പുഴയിലെ ജനങ്ങൾ അവരുടെ സഹോദരനെ പോലെ, മകനെ പോലെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അതിനെ എത്ര ശ്രമിച്ചാലും അതിന് തക്ക പ്രതിഫലം തിരിച്ചു നൽകാൻ എനിക്ക് കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത്രയേറെ സ്നേഹം എനിക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യം തന്നെ വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ രാജ്യത്തെ ഈ രീതിയിലുള്ള ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുമോ എന്ന് എല്ലാവരും ആശങ്കിക്കുന്ന ഒരു കാലഘട്ടം. നമുക്ക് ജീവിക്കാൻ, നമുക്ക് സഞ്ചരിക്കാൻ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാകുമോ എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാലത്ത് നമുക്ക് തൊഴിലുണ്ടാക്കിയെടുക്കാൻ, നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ടാക്കാൻ, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ, ഇതൊന്നുമല്ല പ്രശ്നം. ഈ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ ജാതിയും മതവും തമ്മിലുള്ള ഭിന്നതയാണ് എന്ന് വരുത്തി തീർത്ത് രാഷ്ട്രീയത്തിൽ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ശക്തികൾ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ അതല്ല, ബ്രിട്ടീഷുകാരനോട് വിട്ടുവീഴ്ച ചെയ്യാതെ അവൻ്റെ പിടിയുണ്ടയെ വിരിമാറ് കാണിച്ച് സ്വാതന്ത്ര്യം നേടുന്ന മഹത്തരമായ പാരമ്പര്യമുള്ള ഈ രാജ്യം, ആ രാജ്യത്തെ ഏത് വിധേനയും തകർക്കാൻ ശ്രമിച്ചാൽ ആ തകർക്കുന്ന ശക്തികളെ മാറ്റി ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പ്രതിജ്ഞയുമായിട്ടാണ് നമ്മുടെ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. ആ പോക്കിലുള്ള യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഓരോ വോട്ടും പാഴാക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കണം. അമിതമായ ആത്മവിശ്വാസം കൊണ്ട് നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിലും ജയിക്കില്ല. അതുകൊണ്ട് വീടുകൾ കയറി ഇറങ്ങി എല്ലാവരും വോട്ട് അഭ്യർത്ഥിച്ച് വോട്ടുമായിട്ട് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു, ഞാൻ അല്പസ്വല്പം ഇവിടെയും അവിടെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഉത്തരവാദിത്തങ്ങൾ ഏറെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും എൻ്റെ അസാന്നിധ്യമുണ്ടായാൽ ആ അസാന്നിധ്യം നികത്താൻ
എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നിങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എവിടെയെങ്കിലും എൻ്റെ ബഹുമാന്യരായ നാട്ടുകാർ, സഹോദരി സഹോദരന്മാർ, അവർക്കറിയാം ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഴിവിൻ്റെ പരമാവധി ഇവിടെ സുഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം എപ്പോഴും എല്ലായ്പ്പോഴും എവിടെയാണെങ്കിലും ഉണ്ടാകാൻ വിനീതനായ ഈ വേണുഗോപാൽ ജീവനുള്ള കാലത്തോളം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി വന്നിവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലായിടത്തും. എനിക്ക് മുഖ്യമന്ത്രിയോട് സത്യത്തിൽ വളരെയേറെ സങ്കടം തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട്. അദ്ദേഹത്തിന് കൃത്യമായ വിവരമുണ്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ട് എത്ര സീറ്റ് കിട്ടൂല എന്നൊക്കെ. അദ്ദേഹം അത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മാനസിക സമനില തെറ്റിദ്ധരില്ല പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വായിൽ ഒറ്റ വാലേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയെ തെറിവിളിക്കുക 10 തെറി. അതിനെക്കൊണ്ട് ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിപ്പിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയെ മോശക്കാരനാക്കിയാൽ ആരെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം മിസ്റ്റർ പിണറായി മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു എവിടെയോ. ആ പ്രസംഗം തന്നെ സഖാക്കളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യ മുന്നണി ജയിക്കണമെങ്കിൽ, ഇന്ത്യ മുന്നണി ഭരിക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ MP-മാർ ഉണ്ടാകണമെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പലരും. അതേ ഞങ്ങളും പറയുന്നുള്ളൂ. ഞങ്ങളുടെ പോരാട്ടം പരമാവധി MP-മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇന്ത്യയെ വീണ്ടെടുക്കണം. ഈ നാട്ടിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഇന്ത്യ, എല്ലാവരും സ്നേഹിക്കുന്ന ഇന്ത്യ, എല്ലാവരുടെയും പരാതികൾ കേൾക്കുന്ന ഇന്ത്യ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഇന്ത്യ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ. ആ ഇന്ത്യ വീണ്ടെടുക്കാനുള്ള മഹത്തരമായ ഒരു പോരാട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി. പിണറായി വിജയൻ ഇവിടെ രാഹുൽ ഗാന്ധി